BJP സ്ഥാനാർത്ഥി പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ തന്നെ നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, ചെരിപ്പിട്ട് രഥം വലിച്ചിരിക്കുകയാണ് പാലക്കാട്ടെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠനും ഒപ്പം മറ്റ് കോൺഗ്രസ് നേതാക്കളും. ആചാരലംഘനം, വിശ്വാസലംഘനം ഭക്തർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ ഇത് അനുസരിക്കാൻ തയ്യാറായിട്ടില്ല. എങ്ങനെ കാണുന്നു താങ്കൾ? ഈ ഉത്സവങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങളെല്ലാം വോട്ട് പിടിക്കാനുള്ള വേദി മാത്രമായി മാറ്റുന്നവർക്ക് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോ അവിടുത്തെ വിശ്വാസങ്ങളെ സംബന്ധിച്ചോ അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ചോ യാതൊരുവിധ അറിവുമില്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. കേവലം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കുറിയും തൊട്ട് ഇത്തരം ഉത്സവങ്ങൾക്ക് വരുന്ന സമയത്ത് അവിടുത്തെ വിശ്വാസികളുടെ ഹൃദയത്തെയാണ് വ്രണതപ്പെടുത്തുന്നത്. കാരണം കാശി വിശ്വനാഥ സ്വാമിയെ എഴുന്നള്ളിക്കുന്ന തേരാണത്. അത് വലിക്കുന്ന സമയത്ത് എല്ലാവിധ മര്യാദകളും പാലിച്ചുകൊണ്ട് ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് ആ രഥം വലിക്കേണ്ടത്. അതിന് പകരം കേവലം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു ഈവന്റ് ആയിട്ട് മാറ്റിയത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികള് ഈ പാലക്കാട് വന്നതിന് ശേഷം അമ്പലങ്ങൾ കയറി കുറി തൊടുകയും ന്യൂനപക്ഷ മേഖലകളിൽ പോയി കുറി മായ്ക്കുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് അവരെ സംബന്ധിച്ചോളം ഇതെല്ലാം ഈവന്റ് ആണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം വിശ്വാസവും ഇത്തരത്തിലുള്ള ആചാരങ്ങളും എല്ലാം അനുഷ്ഠാനങ്ങളുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ന് കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കുറി തൊട്ടിട്ട് കൽപ്പാത്തിയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് കൽപ്പാത്തിയിലെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, കാസർഗോഡ് എത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇയാൾ കുറിമായ്ക്കുന്നതെന്ന്. ഇത് കേരളത്തിലെ ജനങ്ങള് വീക്ഷിക്കുന്നുണ്ട്, ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും കാണുന്നുണ്ട്. ഇത്തരത്തിൽ വോട്ടർമാരെ പറ്റിക്കാന്ന് ഇവർ കരുതിയാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കും. കൽപ്പാത്തിയില് രഥോത്സവ സമയത്ത് രഥം വലിക്കുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പോലും അറിയാത്ത ആളുകളാണ് കോൺഗ്രസിന്റെ നേതാക്കൾ എന്നുള്ളത്. തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ആചാര ലംഘനം, വിശ്വാസ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്തരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒരു ഇടപെടലാണ് ഈ ജനപ്രതിനിധിയുടെ അടക്കം ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ അതിലുള്ള പ്രതിഷേധം വോട്ടായി രേഖപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോ കൽപ്പാത്തിക്കാർക്ക്, കൽപ്പാത്തി അഗ്രഹാര നിവാസികൾക്ക് ഇവർക്ക് കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചും രഥം വലിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ആചാരങ്ങൾ സംബന്ധിച്ചും ഒരു ബോധവും ഇല്ല എന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കൽപ്പാത്തി രഥോത്സവത്തെ കേവലം ഒരു വോട്ട് പിടിക്കാനുള്ള ഒരു ഈവന്റ് ആക്കിയിട്ടാണ് അവർ കാണുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ കൃഷ്ണകുമാർ, നമ്മളൊപ്പം ഈ ഒരു സമയം സഹകരിച്ചതിന്.